മലയാളികൾ ഇന്നും ഓർത്തിരിക്കുന്ന ചില TV പ്രോഗ്രാമുകളുണ്ട്. ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മകൾ. ആ പ്രോഗ്രാമുകൾ ഏതൊക്കെയാണ് എന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതുപോലെയുള്ള വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചിത്രഗീതം 1985 മുതൽ 2019 വരെയാണ് ചിത്രഗീതം ദൂരദർശൻ സംപ്രേഷണം ചെയ്തത്. മറ്റു കേബിൾ, TV, ഇന്റർനെറ്റ് എന്നിവ ലഭ്യമായതോടെ പ്രേക്ഷക ശ്രദ്ധ കുറഞ്ഞു വന്നു. ഇന്നും മലയാളികൾ ഓർക്കുന്ന ഒരു ടെലിവിഷൻ നൊസ്റ്റാൾജിയ പ്രോഗ്രാമാണ് ചിത്രഗീതം. സിനിമാല ഒരു സിനിമയെ അടിസ്ഥാനമാക്കിയുള്ള ആക്ഷേപഹാസ്യമായാണ് ഇത് ആരംഭിച്ചത്. പിന്നീട് സമകാലിക രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളിലേക്ക് കടക്കാൻ തുടങ്ങി. 1993 മുതൽ ആരംഭിച്ച് 2013 അവസാനിച്ച് ഏഷ്യാനെറ്റ് ടെലിവിഷൻ പ്രോഗ്രാമാണ് സിനിമാല. ഇന്നും ജനഹൃദയങ്ങളിൽ ഓർത്തിരിക്കുന്നു. നമ്മൾ തമ്മിൽ 1995 ആരംഭിച്ച TV പ്രോഗ്രാമാണിത്. 2011 അവസാനിച്ചത്. ടോക്ക് ഷോയായ നമ്മൾ തമ്മിൽ എന്ന പ്രോഗ്രാം ശ്രീകണ്ഠൻ നായരാണ് ആരംഭിച്ചിട്ടുള്ളത്. ആദ്യകാല എപ്പിസോഡുകളിൽ അദ്ദേഹം തന്നെയായിരുന്നു ആങ്കർ ചെയ്തിരുന്നത്. പിന്നീട് ജോൺ ബ്രിട്ടാസ് എന്ന മാധ്യമ പ്രവർത്തകൻ ആങ്കറായിട്ട് വന്നു. സഞ്ചാരം സഫാരി TVയിൽ സംപ്രേഷണം ചെയ്യുന്ന ഒരു യാത്രാ ഡോക്യുമെന്ററിയാണ് സഞ്ചാരം. സന്തോഷ് ജോർജ് കുളങ്ങരയാണ് ഈ പരിപാടിയുടെ ചിത്രീകരണം, എഡിറ്റിംഗ്, സംവിധാനം എന്നിവ നിർവഹിച്ചത്. 2001 സഞ്ചാരം എന്ന പ്രോഗ്രാം ആദ്യ സംപ്രേഷണം ചെയ്തത്. ഞായറാഴ്ചകളിൽ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഒരു മികച്ച പ്രോഗ്രാം തന്നെയായിരുന്നു സഞ്ചാരം. സ്റ്റുഡന്റ് ഓൺലി കൈരളി TVയിലാണ് ഈ ഒരു പ്രോഗ്രാം സംപ്രേഷണം ചെയ്തിരുന്നത്. മലയാളത്തിലെ ആദ്യ ക്യാം ഷോയാണ് സ്റ്റുഡന്റ് ഓൺലി. സിനിമ റിലീസിംഗ്, സിനിമ പ്രൊമോഷൻ എന്നിവ ബന്ധപ്പെട്ടതാണ് പരിപാടിയുടെ ഉള്ളടക്കം. ഡ്യൂ ഡ്രോപ്സ് കൈരളി V എന്ന ചാനലാണ് ഡ്യൂ ഡ്രോപ്സ് സംപ്രേഷണം ചെയ്തിരുന്നത്. ഇന്നും പ്രേക്ഷക മനസ്സിൽ ഇടം കൊള്ളുന്നു. കൂടാതെ ഏഷ്യാനെറ്റ് പ്ലസിലെ മിസ്റ്റ് എന്ന പ്രോഗ്രാം ആൽബം വീഡിയോ സോങ്ങുകൾ സംപ്രേഷണം ചെയ്തിരുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രോഗ്രാമുകൾ ഏതൊക്കെയാണെന്ന് കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഉൾപ്പെടാത്ത മറ്റു പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിൽ കമന്റായി രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.